ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫിഷ് ഫ്രൈ റെഡിയാക്കിയാലോ. അതും ആറ്റുമീനാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇതിനു മുന്നേയും ഒരു മസാല ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇതും ഒരു വെറൈറ്റി മസാലയൊക്കെ വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കുന്നത്. ഏകദേശം മസാലയൊക്കെ അന്ന് ചെയ്ത ആ ഒരു മീനിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ മീനിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ആറ്റുമീനാവുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് പേർക്കും ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. ഒരുപാട് പേരും ആറ്റുമീനൊന്നും അങ്ങനെ കഴിക്കാറില്ല. എൻ്റെ വീട്ടിലായാലും ഉമ്മാക്കൊന്നും ആറ്റുമീൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും അതൊക്കെ എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്ക് 3 മീനാണ് കിട്ടിയത്. ഞങ്ങളിതിനെ ഇവിടെ മൂഷി എന്നാണ് പറയാറ്. അതിൽ ഒരെണ്ണത്തിന് നല്ല ജീവനുണ്ടായിരുന്നു കൊണ്ടുവന്ന സമയത്ത്. അതുകൊണ്ട് അതിനെ ഞാൻ വളർത്താനായിട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ജീവനില്ലാത്ത 2 എണ്ണത്തിനെ കറി വയ്ക്കാനും മാറ്റി. ജീവനുള്ളത് കണ്ടപ്പോഴേ അതിനങ്ങ് കറി വയ്ക്കാനൊന്നും തോന്നിയില്ല. അതിനെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ മീൻ എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. വൃത്തിയാക്കി എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പുറമൊക്കെ ഫുള്ളായിട്ട് നല്ലൊരു വഴുവഴുപ്പാണ്. അതുകൊണ്ട് കയ്യിലൊന്നും നിൽക്കില്ല. എന്തായാലും ഈ ഒരു ഐറ്റത്തിന് എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഹസ്ബൻഡ് തന്നെ എല്ലാം റെഡിയാക്കി തരാണേ. ആദ്യം മീനിൻ്റെ പിന്നാലൊക്കെ നന്നായിട്ട് ചുരണ്ടി മാറ്റിയതിന് ശേഷം കല്ലുപ്പ് വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കുകയാണ്. ആ ഒരു വഴുവഴുപ്പ് മാറാനും പിന്നീട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉലുമ്പ് ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ചിലർ ഇത് ചാമ്പൽ വെച്ചിട്ടാണ് വൃത്തിയാക്കാറുള്ളത്. മീൻ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിനി അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. ഒരു അടിപൊളി ഒരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അരച്ചെടുക്കാൻ എളുപ്പത്തിന് എല്ലാം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂട്ടി എടുക്കുന്നുണ്ട്. കാരണം ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ പിന്നെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. പിന്നീട് ഏതെങ്കിലും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ബാക്കി മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയല്ലാതെ മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ ചെറിയ തരിതരിപ്പും കാണും. മീൻ കഴിക്കുമ്പോൾ ആ ഒരു ചെറിയ കുരുമുളക് കടിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുഴുവനേ ഉള്ളുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയേ. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അടുത്തത് പെരുംജീരകം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെരുംജീരകം ചേർക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പോകണ്ട, എന്നാലും ചെറിയൊരു തരിതരിപ്പ് ആ ഒരു പരുവത്തിന് കിട്ടണേ. ഇതുപോലെ എടുത്തതിന് ശേഷം ഇനി ഇതിൽ വെച്ചിട്ട് തന്നെ ആ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മീനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. ദേ ഇതുപോലെ മീനെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. ബാക്കി മാറ്റി വെച്ചാൽ ഈ ഒരു അരപ്പ് തന്നെ നമുക്ക് വേറെ ഏത് മീനിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത അടിപൊളി ടേസ്റ്റാണ്. തീരെ ചെറിയ മീനുകൾക്കൊന്നും ഈ ഒരു അരപ്പ് അത്ര ടേസ്റ്റാണെന്ന് തോന്നിയിട്ടില്ല. നല്ല ചൂര, അതുപോലെ തന്നെ കേര, ചെങ്കലവ. ഞങ്ങളുടെ നാട്ടിൽ ഈ ചെങ്കലവ എന്ന് പറയുന്നത് പല നാട്ടിലും കിളിമീൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെയുള്ള നല്ല ദശയൊക്കെ ഉള്ള മീനൊക്കെ ഈ ഒരു മസാല വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ മസാല റെഡിയാക്കിയിട്ട് ഒരു ചില്ല് കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കും. കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും, പാഴിപ്പോവില്ല. ഞാൻ ഒരു 2-3 ആഴ്ചയൊക്കെ വെച്ചിരുന്ന് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല.
അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതാവുമ്പോൾ മീനൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് പിന്നെ മസാല റെഡിയാക്കാൻ നിൽക്കേണ്ട. ജോലി എളുപ്പം, നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുങ്ങി കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ അരപ്പൊക്കെ എല്ലായിടത്തും പുരണ്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കണം. അതിനുശേഷം ഞാനൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ശേഷമാണ് എടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുത്താൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല, എന്നാലും ടേസ്റ്റ് ഇല്ല എന്നല്ല, അതിനേക്കാളും കൂടുതൽ ഇതുപോലെ കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉള്ളവർ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അല്ലാത്തതാകുമ്പോൾ ഈ ഒരു നമ്മൾ റെഡിയാക്കി അരപ്പുണ്ടല്ലോ, ആ ഒരു മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കരിയേയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് മീനൊന്നും പൊടിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഏതൊരു പാത്രത്തിൽ ചെയ്താലും പെട്ടെന്ന് ആ മസാല കരിഞ്ഞിട്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മറിച്ചിടുന്ന സമയത്ത് മീനെല്ലാം പൊട്ടി പഞ്ചറാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും നോൺ സ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആദ്യം മീൻ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ ലോ ഫ്ലെയിമിലേക്ക് ആക്കാവൂ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മീൻ അങ്ങോട്ട് എണ്ണയിലിടുന്ന സമയത്ത് അതിൻ്റെ അരപ്പൊക്കെ ആ ഒരു എണ്ണയിലേക്ക് അങ്ങ് സ്പ്രെഡ് ആവുകയും പിന്നെ മീൻ അവിച്ചെടുത്ത കണക്കൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പും കൂടി ഓർക്കണേ. നല്ല ഹൈ ഫ്ലെയിമിലുള്ള സമയത്ത് എണ്ണയിലേക്ക് ഇടുക. ആ സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം. അതിനുശേഷം ഇതുപോലെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടാനും കുറച്ച് സമയം വേണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്തായാലും കുറച്ച് സമയം എടുക്കും. സാധാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നേക്കാളും കുറച്ചുകൂടി സമയം എടുക്കും. പിന്നെ കൂടുതൽ സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അതിൻ്റെ അരപ്പെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ആദ്യം ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിം ഇങ്ങനെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു സൈഡൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇനി ആറ്റുമീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ ഞാൻ കാണിച്ച ആ മീനില്ലേ, ഇപ്പോൾ ഫ്രൈ ചെയ്ത മീൻ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളിവിടെ മൂഷി എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ വേറെ പേരുണ്ടെങ്കിലേ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേ കണ്ടില്ലേ, മീനൊക്കെ ഇപ്പം അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകമേ നല്ല സോഫ്റ്റുമാണ്. എന്തായാലും ചെറിയ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കണേ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയാണ് അനുഭവമെങ്കിൽ പറയാൻ മറക്കരുത്. അപ്പോൾ മീനെല്ലാം ദേ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ മോനും ഒത്തിരി ഇഷ്ടമായി ഒരു മീൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഫിഷ് ഫ്രൈ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായി കാണണം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അയാൻസ് വേൾഡ്.